ഹലോ ഗായ്സ്, ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഷെഫ് രാജേഷ് പിള്ളയുടെ. പുള്ളി ചെമ്പരത്തി പൂ വെച്ചൊരു ഷർബത്ത് റെഡിയാക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് ആ റെസിപ്പി കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ നിപ്പുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമോ, ഈ ചെമ്പരത്തി പൂ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇത് വളരെ നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇത് ലൈം ടീയുടെ കൂടെ ഉണ്ടാക്കി, മീൻസ് അതിൻ്റെ ഹിബിസ്കസ് ടീ ഉണ്ടാക്കി കുടിക്കാറുണ്ട്, ലൈം ടീ പോലെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷർബത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ തുടങ്ങിയാലോ? ഇതാ ചെമ്പരത്തിപ്പൂ, എൻ്റെ ഈ ഒരു 6-7 ചെമ്പരത്തിപ്പൂ കാണുമേ. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ പെറ്റൽസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കുക. ഈ സാധനം അങ്ങ് കളയുക. ചേട്ടേ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ, പക്ഷെ തൽക്കാലം ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണേ. 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ പുള്ളി പറഞ്ഞ് 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് തന്നെ പഞ്ചസാരയും വേണം. അപ്പോൾ 1 ഗ്ലാസ് ഫുൾ ഇടാൻ എനിക്കൊരു മടി. അപ്പോൾ എന്തായാലും ആക്കാമെന്ന് വിചാരിച്ച് ഇത്രയും ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. ഷർബത്തായതുകൊണ്ട് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇരിക്കണമല്ലോ. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഈ ഹിബിസ്കസിന് വലിയ ഫ്ലേവർ ഒന്നുമില്ല, പക്ഷെ അതിൻ്റെ ടീ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ഒരു ഹെർബൽ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിടുമ്പം മിക്കവാറും കൂടുതൽ ഇതിനകത്ത് ടേസ്റ്റ് വരാൻ പോകുന്നത് ഇഞ്ചിയുടെ, ഏലക്കയുടെ ഒക്കെ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഐസൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി നോക്കാം. പുള്ളി ഇതിനകത്ത് ചിയ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഐസ് ഇട്ടു, അതിൻ്റെ മുകളിൽ ആ സിറപ്പ് ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യുകയാണേ. വെള്ളം മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ലൈറ്റ് പർപ്പിളിഷ് ഷെയ്ഡാണ് വന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നാരങ്ങാ നീരും കൂടി ഒഴിച്ചപ്പം അതിൻ്റെ കളർ മാറി, ഏകദേശം ഒരു റെഡിഷ് കളറായി മാറി. ഇത് കുറച്ചുകൂടെ ഹെൽത്തിയർ വെർഷൻ എനിക്ക് ആക്കണമെന്നുണ്ട്, ബട്ട് മധുരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കി അതിൻ്റെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. ഈ ഹിബിസ്കസ് എന്ന് പറഞ്ഞ പൂ റെഗുലർ നമ്മുടെ ഡയറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, കാരണം ഇത് വളരെ നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. പിന്നെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയായിരുന്നു, ഒരുപാട് വികാരങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ എന്ന് പറയാം കേട്ടോ. നല്ലതാ, പക്ഷെ ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ, നല്ല മധുരമുണ്ട്. ഫ്ലേവർ ഒന്നും തോന്നുന്നില്ല, നല്ലതായിട്ട് മധുരം കലക്കിയ പോലത്തെ ഒരു ഇതാണ് അല്ലേ. ശരിക്കും ഒരു പഞ്ചസാര പാനി പോലെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഹിബിസ്കസ് പിന്നെ വെള്ളം പിന്നെ ഐസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.